അമ്മയുടെ അതേ സ്വഭാവം മുതലക്കണ്ണി. ഞാൻ അങ്ങനെയാണെങ്കിൽ മുതലയാണോ? 6:30 എണീറ്റ് അമ്പലത്തിൽ വന്നപ്പോ തോന്നിയത് അതെ. രണ്ട് മുട്ട, രണ്ട് സുഖിയ. ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ എ വെരി ലോങ് ടൈം. അപ്പോൾ വിഷുവിന് ശേഷം ഞാനിത് ഓണത്തിന് മുന്നേ പൊങ്ങിയിരിക്കുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. യെസ്, നമ്മുടെ സ്വന്തം മായാദേവി അമ്മ KSന്റെ പിറന്നാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബർത്ത്ഡേ ആണ്, നാളാണ്. ആൻറ്റി മകം പിറന്ന മങ്കയാണ്. അപ്പൊ ഗുൽസു എന്തിനാ പിരികം ചുളിക്കണ? ഗുൽസുവിനെ രാവിലെ പിടിച്ചെണീപ്പിച്ചതിന്റെ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ് ഗുൽസു. രാവിലെ എണീറ്റ് ഇതൊക്കെ എന്തിനാണ് എന്റെ തലയിൽ വെച്ച് കെട്ടിയതാണ് ഗുൽസു ആലോചിക്കണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് എടപ്പള്ളി ഗണപതി അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. സോ വി ആർ ഗോയിങ് ടു എടപ്പള്ളി ഗണപതി ടെമ്പിൾ. അമ്മയുടെ പിറന്നാളായിട്ട് എന്താ പറയാനുള്ള? എന്റെ അമ്മയുടെ പിറന്നാളാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം എന്ന് ചെയ്തു. രാവിലെ എണീറ്റ് കുളിച്ചു. പിന്നെ അത്രേ ഉള്ളൂ. ആന്റി പിറന്നാളായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പിറന്നാൾ ആഘോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് പിറന്നാൾ ആഘോഷിച്ചു. ഇപ്രാവശ്യം മാളുവിന്റെ നിർബന്ധത്തിൽ ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ. ആന്റി എന്തിന്റെയും കൂടെ ആഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും ആന്റിക്ക് സന്തോഷം. അമ്മ ഉരുളക്കിഴങ്ങ് പോലെയാണ്, എന്തിന്റെ കൂടെയും ചേർന്നു പോകും. ഓ മറ്റേ ചിരിക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയൂ അമ്മമ്മക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയൂ ഉച്ചു. ഉത്സു അമ്മ ഇന്ത്യയുടെ ഹാപ്പി ബർത്ത്ഡേ പറയൂ അമ്മമ്മോട്. കുക്കുവാണോ? കുക്കുവാണോ ഇത്? വിളിക്കൂ കുക്കുവിനെ. ആദ്യമായിട്ട് 6:30 എണീറ്റ് അമ്പലത്തിൽ വന്നപ്പോ തോന്നിയത് അതെ. മറ്റത് 12 മണിക്ക് വെയിലടിച്ച് പോയി. ഇങ്ങനെ ഇഷ്ടപ്പെട്ട അമ്പലം. അമ്പാട്ടി പ്രാർത്ഥിക്കു പുച്ചു. എന്റെ കുട്ടിയുടെ ഭക്തി ലോകത്താർക്കും ഇല്ല. വെള്ളം വേണം. അമ്പാട്ടി തൊഴുതുവോ? അമ്പാട്ടി തൊഴുതുവോ? അമ്പാട്ടി തൊഴുത് അലമ്പായിട്ട് ബുച്ചു. ബുൽസു ബുൽസു ഉണ്ണിയപ്പം കഴിച്ചാലോ? ഓക്കെ, എന്നാ ഉണ്ണിയപ്പം എടുക്കാം. ഇത് കൊച്ചു പഠിക്കണ ഇതെന്റെ കൊച്ചു സ്ട്രോബെറി പറ. ഉത്സു രാവിലെ തീർക്കാനുള്ള അടുത്ത അമ്പലത്തിൽ വന്നു, രാജരാജേശ്വരി ടെമ്പിളിൽ. എന്താ ഗുൽസു കഴിക്കണ? ആന വിളിക്ക.
നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. എങ്ങനെ വിളിക്കുന്നേ അമ്മമ്മ? കാരണം ഇതാരാണ് വീഡിയോ എടുക്കുന്നത്? അപ്പയ്ക്ക് മാളൂന് എന്തേലും പറയാനുണ്ടോ? നമ്മള് ഉച്ചക്ക് അല്ല അമ്പലത്തിൽ വന്നതിന് ശേഷം നമ്മളൊന്നും പറഞ്ഞില്ല. എന്താ പറയാ? ശേഷം നമ്മള് വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് മുന്നേ ഒരു ഉറക്കം പാസ്സാക്കി ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോ ഈവനിങ് വീണ്ടും പുറത്തിറങ്ങാൻ പോവാണ്. പുറത്തു പോകുന്നതിന്റെ ഉദ്ദേശം നമ്മള് ജയലക്ഷ്മി പോണു. എന്നിട്ട് നമ്മള് ആന്റിക്ക് ബർത്ത്ഡേ പിറന്നാൾ കോടി എടുക്കുന്നു. ഗുൽഷന്റെ തലയിൽ എന്താ ഇരിക്കുന്നത്? തലയിൽ ഫ്ലവർ ബോ. എന്താ ബോ പറയൂ. ഗുൽസു ഇതാരാടാ? ഇതാരാ? ഇതാരാ? അതാരാ? അതാരാ? അപ്പോട് പറയൂ ബ്രൂന്റെ കീ എടുത്തിട്ട് വരാൻ പറയൂ. അമ്മക്ക് പിറന്നാളായിട്ട് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഒരാഗ്രഹമില്ല. അമ്മക്ക് അമ്മയുടെ ഊണ് കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. അതെ, മോനെ കാണണമെന്നും ഉണ്ടായിരുന്നില്ല. മൈൻഡ് എന്നെ അവഗണിച്ചു. ഓ സോറി. തൊഴിലിന് കാരണം തേജസിന്റെ അച്ഛന്റെ പാട്ട് വൈക്കത്തപ്പ മഹാദേവ അന്നെ മൂട്ടിയിടുവാൻ ഭാഗ്യമുണ്ടാവണേ എന്നദാന പ്രഭു എന്നൊരു പാട്ടുണ്ട്. എപ്പോഴും പാടും, ഭജനയ്ക്ക് പാടും. എന്നാ നമുക്ക് പോവാം. ഈ കടത്തൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വരൂ പോവാം. ലൈറ്റ് സെറ്റ് ചെയ്തിട്ടാണ് അടുത്ത. ഇതൊക്കെ വ്ളോഗിൽ വരും. അങ്കിളുടെ നേരത്തെ ഹെയർ സ്റ്റൈലും കൂടി നമുക്ക് കാണിക്കായിരുന്നു അല്ലേ? ഫോട്ടോ എടുത്തിട്ട് ഞാൻ സൈഡിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇന്ന് അങ്കിള് ഭയങ്കര സ്റ്റൈലിലാണ് എണീറ്റ് വന്നത്. മറ്റുള്ളവർ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോ അങ്കിളിനൊന്ന് ചെരിഞ്ഞും മറിഞ്ഞും കിടന്നാ മതി അല്ലേ? ഉണർന്നാൽ അങ്കിൾ ഫാഷനബിൾ ആയിട്ടാണ് എണീക്കുക. അതെ. ഗുൽസു കരയണത് എല്ലാരും കാണും. എല്ലാരും ഗുൽസു കരയണ കാണാൻ പോവാ. ഗുൽസു കരയാൻ പോവാന്ന് എല്ലാരും കാണും. കണ്ണിന്ന് വെള്ളം വരില്ല. കള്ളത്തരം. അമ്മയുടെ അതേ സ്വഭാവം മുതലക്കണ്ണീരുന്നു. ഇന്ന് ചേട്ടൻ പുറത്ത് പട്ടിണി. അങ്കിൾ ഞാൻ അങ്ങനെയാണോ അങ്കിൾ? മുതലയാണോ? കുഞ്ഞു മുതലയാണ്. ആന്റി ഞാൻ അങ്ങനെയാണോ ആന്റി? അല്ല, പറയാൻ ഒരു മുതലാണ്. അത് വേണമെങ്കിൽ പറയാം. പറഞ്ഞു വേണമെങ്കിൽ. റെക്കോർഡിംഗ് ഒരു മുതലാണ്. അയ്യേ, അതിനങ്ങനെ ലൈൻ കട്ട്. അങ്ങനെ നമ്മൾ ജയലക്ഷ്മി എത്തിയിരിക്കുന്നു. ഇന്ന് ബ്ലോക്കാണോ? എന്താ മേക്കപ്പെട്ട സുന്ദരൻ? സോറി, മേക്കപ്പെട്ട സുന്ദരി. മാളു അവിടെ നിക്ക്. മാളു സാരി എടുത്തോളുണ്ട്. ഏതാ തല? അതേപോലെ
ഓവർ ഗോൾഡൻ ഒരു പ്രത്യേക ഭംഗിയായി യെല്ലോസ് നോക്ക്. കോട്ടൺ സാരിയാണ്. പക്ഷെ ഭംഗിയുണ്ടല്ലേ. രക്തചന്ദന കടത്തായി പുഷ്പരാജ് ഇപ്പൊ തലടിച്ച് വീണ് തന്നെ അടുത്തു. അങ്ങനെ ഉമ്മയോടെ എടുത്തു. അമ്മമ്മയ്ക്കൊരു ഉമ്മ. Let's go. അമ്മ വണ്ടി ഓടിക്കുന്നു. വണ്ടി ഓടിച്ചിട്ട് കൊച്ചിന് പേടിയോ. വീഡിയോ എടുക്കുക കരയുമല്ലോ. ചിരിക്ക് നന്നായിട്ട് പല്ല് കാണിച്ച് ചിരിക്ക്. ചിരി ഹലോ ചേട്ടാ, ഗുൽസൂന് ഒരു ചപ്പാത്തി ഒരു പനീർ. 2 മുട്ട. ചേട്ടാ, ഗുൽസൂന് ഒരു ചപ്പാത്തി ഒരു പനീർ. 2 സൂപ്പ്. ചേട്ടാ, ഗുൽസൂന് ഒരു ഗീ റൈസും ഒരു ക്യാരറ്റ് പാപ്പയും. 2 പാട്ടേ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഒരു എന്റെ മുഖം എന്ത് ക്ഷീണാ നോക്കൂ. ഓക്കെ, ഗുൽസുന്റെ പിന്നാലെ ജയലക്ഷ്മിയിൽ ഓടി തണ്ടല് പോയി. അപ്പൊ ആന്റി എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാള്? പിറന്നാള് വളരെ സന്തോഷമുണ്ട്. പറയുമ്പോ ഒരു ദുഃഖമുണ്ടല്ലോ. പറയുമ്പോ ഒരു ദുഃഖമുണ്ട്. ഉണ്ടോ ആന്റി? ഒരിക്കലും ഇല്ല. ഇല്ല. അങ്കിൾ എല്ലാരും ഉറക്കം വന്ന് കുറച്ച് കിളി പോയിരിക്കുകയാണ്. പറഞ്ഞില്ല. അയ്യോ അങ്കിൾ, സോറി. അടിപൊളിയായിരുന്നു. സന്തോഷം. പിറന്നാള് നല്ലതായിരുന്നു. ഇതെന്താ സിനിമയുടെ റിവ്യൂ ചോദിക്കണ എല്ലാരും അബിനി ബാനും കൂടി പറഞ്ഞു. വളരെ നല്ല സെക്കൻഡ് ഹാഫ് ആണോ ഫസ്റ്റ് ഹാഫ് ആണോ? ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. അതെ അതെ. എത്ര റേറ്റിംഗ് കൊടുക്കും? 10ല് 10 out of 9.5 out of 10. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി റിവ്യൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മധുവിധു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്താ പറയാ, ഈ വെക്കേഷനിൽ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു അല്ലേ, പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഞങ്ങൾ എല്ലാവരും കണ്ടത്. അപ്പൊ നിങ്ങളും പോയി കാണണം. നല്ല സിനിമ അല്ലേ? ഞാൻ വെറുതെ പറയല്ലോ, പക്ഷെ നല്ല സിനിമ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, സ്പെഷ്യലി ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ കമന്റിൽ വന്ന് തെറി വിളിച്ച മാളുവിന്. അതിനർത്ഥം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നാണ്. കാരണം നമ്മളത് ഗ്യാരണ്ടി. എന്തായാലും സ്പെഷ്യലി ഫാമിലിക്ക് ഒപ്പം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മധുവിധു. സോ ഡു വാച്ച് ഇറ്റ് in theaters nearby you. Bye. Good night. Tata. Bye bye. നമുക്കെല്ലാം Fly.